സജോ, നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ജാതി അധിക്ഷേപമൊക്കെ നടക്കുന്നുണ്ട് എന്ന് ചോദിക്കുന്നതിന് ഒരു മറുപടി കൂടിയാണ്, അല്ലെങ്കിൽ അങ്ങനെ സംഭവം ഇപ്പോഴും ഉണ്ട് എന്നതിനൊരു തെളിവ് കൂടിയായി മാറുകയാണ് ഈ സംഭവം. അതൊരു യുവാവിന്റെ ജോലി അടക്കം നഷ്ടപ്പെടുന്നു. ഇതിൽ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് ആരാണോ, സംരക്ഷിക്കേണ്ടത് ആരാണോ, അവരുടെ ഭാഗത്തു നിന്ന് തന്നെ ആ യുവാവിന് നേരെ ഉണ്ടായിട്ടുള്ള ഈ ക്രൂരമായിട്ടുള്ള നീക്കങ്ങൾ, നടപടികൾ, ഇതിനെ എങ്ങനെ വിലയിരുത്തണം? ശ്രുതി, പുതിയ കാലത്തും നവോത്ഥാന കേരളത്തിൽ ജാതി വിവേചനം ഉണ്ട് എന്നതൊരു വസ്തുതയാണ്. ആദ്യത്തെ സംഭവമല്ല, ഒറ്റപ്പെട്ട സംഭവമല്ല. ഇതിനു മുൻപും നമ്മൾ പലതവണ ഇത് കണ്ടതാണ്. കൂടൽമാണിക്യത്തിലടക്കം പലതരം വിവേചനങ്ങളുടെ കഥ മുൻപും പുറത്തു വന്നതാണ് എന്നാണ് ഇതിൽ കാണേണ്ട ഒരു കാര്യം. ഒരു പരാതി നൽകുന്നു, ആ പരാതിയെ തുടർന്ന് പിന്നീട് അതിന്റെ പേരിൽ സമ്മർദ്ദം ഉണ്ടാകുന്നു. തുടർന്നൊരു യുവാവിന് ആ ജോലി ഉപേക്ഷിച്ച് പോകേണ്ട ഒരു കടുത്ത തീരുമാനം എടുക്കാൻ കഴിയും വിധമുള്ള വിവേചനം അനുഭവിക്കുന്നു എന്നതാണ്. ഏത് യൂണിയനാണ് എന്നതുപോലും ഇവിടെ അപ്രസക്തമാണ്. അപ്പോഴും ഇങ്ങനെയുള്ള വേട്ടയാടലിന് പിന്നോക്കക്കാർ ഇരകളാകേണ്ടി വരുന്ന ആദ്യ സന്ദർഭവുമല്ല എന്നാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. പലതവണ അവിടെ തുടരാനുള്ള ശ്രമം നടത്തി, അതിനുവേണ്ടി നിയമപരമായ സംരക്ഷണം ലഭ്യമാകും എന്ന് ആ യുവാവ് കരുതി. പക്ഷെ അത് കിട്ടാതെ പോകുന്നു എന്താണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്ന് മാത്രമല്ല, ആ വിവേചനം സംബന്ധിച്ചൊരു പരാതി ഉന്നയിക്കുമ്പോൾ അത് പിൻവലിക്കാനുണ്ടാകുന്ന സമ്മർദ്ദം എന്ന് തുടങ്ങി പിന്നീട് അങ്ങോട്ടേക്ക് വേട്ടയാടലിന്റെ തുടർച്ചയായ കഥകളുണ്ട് എന്ന് ആ യുവാവ് പറയുകയാണ്. അത് കേവലമായി തള്ളിക്കളയാൻ കഴിയുന്ന ഒന്നല്ല. ജാതി പുതിയ രൂപത്തിൽ പ്രവർത്തിക്കുന്നു എന്നത് പലപ്പോഴും ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ തുടർച്ചയായി ഉന്നയിക്കുന്ന ഒന്നാണ്. അതൊരു സാമൂഹിക യാഥാർത്ഥ്യമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. അത് ആരാധനാലയങ്ങളും പൊതുവിടങ്ങളും തൊഴിലിടങ്ങളും എന്ന് തുടങ്ങി നമ്മൾ വ്യവഹരിക്കുന്ന എല്ലാ ഇടങ്ങളിലും ഇത്തരം വിവേചനങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നു എന്നതിൻ്റെ ഒരു തെളിവ്, അല്ലെങ്കിൽ ഒടുവിലത്തെ ഒരു തെളിവ് എന്നത് മാത്രമാണ് ഇതിൽ കാണേണ്ടത്. പക്ഷേ അതിലൊരു വലിയ നീതി നിഷേധത്തിന്റെ പ്രശ്നം ഇവിടെ യുവാവ് ഉന്നയിക്കുന്നത്, വലിയൊരു നീതി നിഷേധത്തിന്റെ പ്രശ്നം അതിനകത്തുണ്ട് എന്താണ്. ഇങ്ങനൊരു പരാതി ഉന്നയിച്ചാൽ അത് നിയമപരമായി പോകണം. യൂണിയൻ എല്ലായിടത്തും ഉണ്ടാകും. അതിൽ ചേരാനോ അതിന് വിധേയപ്പെട്ട് നിൽക്കാനോ ഉള്ള സമ്മർദ്ദങ്ങളൊക്കെ എല്ലായിടത്തും ഉണ്ടാകും. അത് സ്വാഭാവികമായി കാണാം. അതിനും അപ്പുറത്തേക്ക് ആ ജോലി തന്നെ ഉപേക്ഷിച്ച് മാറി നിൽക്കേണ്ട വിധം മാനസിക സമ്മർദ്ദം അനുഭവിക്കേണ്ടി വരുന്നു. സംഘടിതമായ വേട്ടയാടലിന് ഇരയാകുമ്പോഴും ഇതാ ഒരു വിവേചനം നേരിട്ടിരിക്കുന്നു എന്ന തിരിച്ചറിവ് അവിടെയുള്ള ആളുകൾക്ക്, ചുറ്റും നിൽക്കുന്നവർക്ക് ഉണ്ടാകാതെ പോകുന്നത് എന്തുകൊണ്ടാണ് എന്നത് പ്രസക്തമായ ചോദ്യമാണ്. പലപ്പോഴും അത് ശാന്തിക്കാരൻ എന്നല്ല, കഴകൻ ജോലിക്ക് നിയോഗിക്കപ്പെട്ട ആൾ പോലും രാജിവെച്ച് പുറത്തേക്ക് പോകുന്നു. പിന്നീട് അദ്ദേഹം പരാതിയുമായി മറ്റും മുന്നോട്ട് പോയില്ല എന്നത് നമ്മൾ ഇതിനു മുൻപ് കണ്ടതാണ്. പലപ്പോഴും ഇത്തരം പല ഇടങ്ങളിലും ഇങ്ങനെ ജോലിക്ക് അവസരം ലഭിച്ചു വരുന്ന ആളുകൾക്ക് അവിടെ തുടരാൻ കഴിയാത്ത ഒന്നിലധികം സന്ദർഭങ്ങൾ ഉണ്ടാകുന്നു. ഇതാദ്യത്തേതല്ല, ഒരുപക്ഷെ ഇത് അവസാനത്തേതാകാൻ പോകുന്നുമില്ല എന്നത് ഉറപ്പായും സമൂഹത്തിന് നേരെ പിടിച്ചൊരു കണ്ണാടിയാണ്. സ്വാഭാവികമായും ഈ വിഷയത്തെക്കുറിച്ച് ഗൗരവതരമായ പരിശോധനകൾ ഉണ്ടാകേണ്ടതാണ്. ദേവസ്വം ബോർഡ് തന്നെ ഇത്തരം പരിശോധന നടത്തേണ്ടതാണ്. കാരണം ഈ സർക്കാർ വന്നതിന് ശേഷം പിന്നോക്കക്കാരായ ആളുകൾക്ക് അവർക്ക് അർഹമായ നീതി ലഭ്യമാക്കും വിധമുള്ള നിയമനങ്ങൾ പലയിടത്തും നൽകിയിട്ടുള്ളതാണ്. അത് അഭിനന്ദിക്കപ്പെടേണ്ടതാണ്. അത് നമ്മുടെ നവോത്ഥാന കേരളത്തിന്റെ മുന്നോട്ട് പോക്കിന് സഹായകരമാം വിധം തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ശാന്തിക്കാരായ അടക്കമുള്ള നിയമനങ്ങൾ ഉണ്ടായിരുന്നു. അത് വലിയ തോതിൽ ആ ഘട്ടത്തിൽ ചർച്ചയായതുമാണ്. പക്ഷെ പിന്നീട് അങ്ങോട്ടേക്ക് പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള ആളുകൾക്ക് വിവേചനങ്ങൾ ഉണ്ടാകേണ്ടി വരുന്നു. മറ്റു പല കേസുകളോ തർക്കങ്ങളോ അല്ലെങ്കിൽ പരാതികൾ ചൂണ്ടിക്കാണിക്കുന്നു. അദ്ദേഹം തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, അവിടെ തിരുവാഭരണം സംബന്ധിച്ചുള്ള ഒരു പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടു, അതപ്പോൾ തന്നെ ചൂണ്ടിക്കാണിച്ചു. അങ്ങനെ ശ്രദ്ധയിൽപ്പെടുന്ന പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ച സന്ദർഭം ഉണ്ടായിരുന്നു. അതിനിടെയാണ് ഇത്തരം ഒരു വിവേചനം നേരിട്ടു വന്ന പരാതി നൽകിയത്. പിന്നീട് തുടർന്ന് അങ്ങോട്ടേക്ക് തുടർച്ചയായ വേട്ടയാടലുകളെ അഭിമുഖീകരിക്കേണ്ടി വരുന്നു എന്നാണ് അദ്ദേഹം പരാതിയിൽ പറയുന്നത്. ഏതായാലും അദ്ദേഹത്തിന്റെ പരാതിയും ആരോപണവും അതീവ ഗൗരവമുള്ളതാണ്. നമ്മുടെ നാട്ടിൽ ഈ കാര്യത്തിൽ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അടക്കം, പിന്നോക്ക ക്ഷേമ കമ്മീഷൻ അടക്കമുള്ള പല സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങനെ ആ പിന്നോക്കക്കാരുടെ സംരക്ഷണത്തിൽ, അതിനപ്പുറത്തേക്ക് ഇതിൻ്റെ മനുഷ്യാവകാശത്തിന്റെ പ്രശ്നമുണ്ട്, തൊഴിലവകാശത്തിന്റെ പ്രശ്നമുണ്ട്. അങ്ങനെയുള്ള ഈ വിവേചനങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള വിവിധങ്ങളായ സാധ്യതകൾ, നിയമ സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. അവർക്ക് ഈ കാര്യത്തിൽ ഇടപെടാവുന്നതാണ്. അതിനുമപ്പുറത്തേക്ക് ദേവസ്വം ബോർഡ് തന്നെ പ്രത്യേകമായി വിഷയം പരിശോധിക്കേണ്ടതുമാണ്. അങ്ങനെ ഒരാൾ തനിക്ക് ഇങ്ങനൊരു വിവേചനം നേരിട്ടു എന്ന് പറയുമ്പോൾ, ഇങ്ങനൊരു അനീതി നേരിട്ടു എന്ന് പറയുമ്പോൾ, ഒരു ആരാധനാലയത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആൾക്കൊരു വിവേചനം നേരിട്ടു എന്ന് പറയുമ്പോൾ അത് പരിശോധിക്കേണ്ടതാണ്. അതിൽ അനീതി നടന്നിട്ടുണ്ട് എങ്കിൽ, അതായത് സ്വാഭാവികമായും ഇടത് യൂണിയനും ഇത് പരിശോധിക്കേണ്ടതാണ്. കാരണം ഇടത് യൂണിയൻ സ്വാഭാവികമായും പുരോഗമന ആശയങ്ങൾ മുൻനിർത്തി പ്രവർത്തിക്കുന്ന, ഈ നാട്ടിൽ തന്നെ ഇത്തരം പിന്നോക്കക്കാരായിട്ടുള്ള ആളുകൾക്ക് കൂടി അവസരങ്ങൾ ലഭ്യമാവുക, ശാന്തിക്കാരായും കഴകത്തിനുമൊക്കെ ജോലി ലഭ്യമാവുക എന്ന നിലയ്ക്ക് തീരുമാനമെടുത്ത ഒരു സംവിധാനത്തിന്റെ കൂടി ഭാഗമാണല്ലോ രാഷ്ട്രീയമായി അത്തരം യൂണിയനുകളും. ആ യൂണിയനും സർക്കാരും ദേവസ്വം ബോർഡും ബന്ധപ്പെട്ട ഏജൻസികളുമൊക്കെ ഈ കാര്യം സംബന്ധിച്ച് പരിശോധന നടത്തേണ്ടതാണ്. ഇങ്ങനൊരു വിവേചനത്തിന്റെ ഇരയായാണോ, അങ്ങനെ വലിയൊരു അനീതിയുടെ ഇരയായാണോ ഈ യുവാവിന് വലിയ വിവേചനങ്ങൾ നേരിടേണ്ടി വന്നത് എന്ന് പരിശോധിക്കേണ്ടതാണ്. അതിൽ സിസ്റ്റത്തിനകത്ത് തന്നെ തിരുത്തലുകൾക്ക് പരിശ്രമിക്കേണ്ടതാണ്. വലിയ മാതൃകകൾ നമ്മുടെ നാട്ടിൽ
ഇത്തരം വിവേചനങ്ങൾക്കെതിരായ പോരാട്ടത്തിന് മുൻകാല മാതൃകകളുണ്ട്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തും ഈ സർക്കാരിൻ്റെ കാലത്തും നിരവധി മാതൃകകൾ പലപ്പോഴും ഉണ്ട്, അത് നമ്മൾ നിരാകരിക്കുന്നില്ല. പക്ഷേ അപ്പോഴും ജാതി പല രൂപത്തിൽ, പുതിയ രൂപത്തിൽ തുടർച്ചയായി നമ്മുടെ സമൂഹത്തിലെ വ്യത്യസ്ത ഇടങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്താണ്, അങ്ങനെ വിവേചനമുണ്ടോ എന്ന് അത്ഭുതം കൂറുന്നവർ ഇത്തരം ആളുകൾ ഉന്നയിക്കുന്ന പരാതിയെ കണ്ടും കേട്ടും അറിഞ്ഞും തന്നെ പോകേണ്ടതാണ്. അതിൽ തിരുത്തലുകൾ അനിവാര്യമാണ്, പരിശോധന അനിവാര്യമാണ്, അന്വേഷണം ആവശ്യമാണ്. ഉറപ്പായും അതിൽ ഉചിതമായ, നീതിയുക്തമായ, നിയമപരമായ നടപടിയും ഉണ്ടാകേണ്ടതാണ്. ഈ പരാതിയെ അതിൻ്റെ അർഹിക്കുന്ന ഗൗരവത്തോടുകൂടെ പരിഗണിക്കാനുള്ള ഉത്തരവാദിത്തം ബന്ധപ്പെട്ട ഏജൻസികൾക്കുമുണ്ട്, പ്രത്യേകിച്ച് ദേവസ്വം ബോർഡിനും ഉണ്ട്. യൂണിയന് ഇക്കാര്യത്തിൽ പിഴവ് പറ്റിയിട്ടുണ്ടെങ്കിൽ യൂണിയനും അക്കാര്യം മാതൃകാപരമായി തിരുത്തേണ്ടതാണ് എന്നാണ് ഇതിലെ വസ്തുത. ഗൗരവമുള്ള പരാതിയാണ് ഉന്നയിക്കുന്നത്. ഈ 1-2 ദിവസങ്ങൾക്ക് മുൻപ് മാത്രമല്ല, നാളുകളായി ഈ വിഷയം നടക്കുന്നു എന്നാണ് പ്രതികരണത്തിലടക്കം അദ്ദേഹം പറയുന്നത്. അങ്ങനെ വരുമ്പോൾ അത് സംബന്ധിച്ച് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് വളരെ സത്യസന്ധമായി, മാതൃകാപരമായി, യുക്തിപരമായി പരിശോധിക്കുകയും നടപടികളിലേക്ക് പോകേണ്ടതുമാണ്.